லுக்கு எல்லாரும் காசு இல்லை சார். நான் காசு இருக்குமா வரைக்கும் எனக்கு யாரும் வேண்டாம். ഓ ലാല് നല്ല റോള്. വയത് മുതിർന്ന പോതിലും പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാർ എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ആൻഡ് ഇതിനകത്ത് ഉള്ളത് കവിൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മറ്റു മൂവീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കുറെ കേട്ടിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഡാഡ മൂവിനെ കുറിച്ച് ഭയങ്കര, കാരണം അതൊരു ഏകദേശം ഒന്ന് സർപ്രൈസ് ഹിറ്റായിരുന്നു തോന്നുന്നു. കാരണം ഞാൻ ഇവിടെയൊക്കെ പോസ്റ്റേഴ്സ് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ജോലിയൊക്കെ പോകുന്ന സമയത്തായിരുന്നു. അന്നേരം പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ ഹിറ്റ് ഒന്നും ആലോചിച്ചു, പക്ഷെ പിന്നീട് നല്ല അഭിപ്രായം നമുക്ക് ഇന്നലെയും സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ഡാഡ മൂവി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആ മൂവിയും എന്തോ ഇമോഷണൽ ജേർണി ആണെന്നൊക്കെ, പക്ഷെ അത് ഇതുവരെയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഈ ഒരുപക്ഷെ ഈ ആക്ടിന്റെ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിലർ പോലും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അറിയാത്ത ഒരാളാണ്. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ആള്, പ്രത്യേകിച്ച് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് ആണ്. നമ്മുടെ ലാൽ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ മലയാളത്തിന്റെ ലാല്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഡയറക്ടർ ഏലെന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ഈ സ്റ്റാറിൽ പറയാൻ പോകുന്നത്. ഏത് സ്റ്റാർ ആണ് അല്ലെ, സൂപ്പർ സ്റ്റാർ ആണോ, മെഗാ സ്റ്റാർ ആണോ, പക്ഷെ എന്തോ റിലേറ്റഡ് ടു മൂവി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സ്റ്റാർ അല്ലെ, നമുക്ക് കാണാം. റെഡി റെഡി. ഒരു നടികൻ അവർ നടിക്കാൻ തിറമയാല് എന്നെ വേണാലും മറക്കി വെക്ക മുടിയും. என்ன பாரதியார் மீசையை காணோம். നീ നടിக்கிற നടിപ്പില பாக்குறவங்க பூரா ஓ மீசைய மறந்துடணும். நீ மட்டும் ஓ மீசைய மறைச்சிட்ட, நீ ஜெயிச்சிடலாம். ഡയറക്ടർ യുവന്റെ വോയിസ് ഉണ്ടല്ലേ അല്ലേ? நான் உன்னை விட்டுட்டு போயிருக்க கூடாது. இந்த உலகத்திலே எனக்கு ரொம்ப பிடிச்சது நீ மட்டும்தான். நீ இல்லாம நான் நீ உடனே வேலைக்கு போய் இதெல்லாம் எங்களுக்கு செய்ய வருமானம் இல்லாம நாங்க கஷ்டப்படுற மாதிரி நீ கஷ்டப்படக்கூடாதுன்னு தான் சொல்றேன். கூட காசு தேவையா இருக்குல்ல சார். தகுதிக்கு மீறி ஆசைப்பட்டுட்டோம் தோணுது சார். இன்னும் ஒரே ஒரு சான்ஸ் மட்டும் கொடுங்க சார், நான் நல்லா பண்ணுவேன் சார். ஆக்டிங் ஸ்ட்ரகிள் ആണ്, ഇമോഷണൽ ജേർണി ആണല്ലോ. ലുക്ക് காசு இல்லை சார். நான் காசு இருக்குமா നല്ല പെർഫോമൻസ് സാധ്യതയുണ്ടല്ലോ. பிடிச்சு இழுக்கதான் செய்யும். நாம தான் அதை உடைச்சு தள்ளிட்டு மேல வரணும். ഓ ഇൻസ്പിറേഷണൽ. പൊളി പൊളി അല്ലേ, വയർ വെച്ചില്ലേ? வாழ்க்கையில நான் ஜெயிக்கிற வரைக்கும் எனக்கு யாரும் வேண்டாம். ഓ ലാല് നല്ല റോള്. വയത് മുതിർന്ന പോതിലും വഴികൾ വിഴുന്ന പോതിലും ആക്ടേഴ്സ് മറ്റേതാണല്ലോ പറയുന്നത്. എന്തോ ആരോ പറഞ്ഞ ഡയലോഗ് കുറയുന്ന പോതിലും ഡൗട്ടുണ്ട്. ഭയങ്കര ഒരു മൂവി ഫീല്. வீரன் வாழ்த்தரிப்பதை நிறுத்துவதில்லை. ഓഫ് റൈറ്റർ ഡയറക്ടർ വേൾഡ് വൈഡ് മെയ് 10th. ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരാൾ തന്നെയാണോ? കവിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ തന്നെയാണോ ശരിക്കും? ഭയങ്കര ചേഞ്ച്, അതായത് എന്താ പറയാ, എല്ലാത്തിലും ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവരാൻ നോക്കുന്നത്. ഭയങ്കര, അതായത് എനിക്ക് ഒറ്റ ഇതിൽ ഭയങ്കര ഈ ഒരു സിനിമ കണ്ടതിന്റെ ഒരു ഫീൽ ഇല്ലേ,
ഈ ഒരു ചെറിയ സാധനം തന്നെ കിട്ടി. ഇനി പടം കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീൽ കിട്ടുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ഒരു ട്രെയിലറിൽ തന്നെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത കട്ട്സ് അല്ലെ, ഒരു രക്ഷയില്ലാത്ത, അതും ആളുടെ പെർഫോമൻസ് ഇതിനകത്ത് അത് പേര് പറയുന്ന പോലെ തന്നെ സ്റ്റാർ, അതായത് അതിനകത്ത് എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് അതിനകത്ത് വരുന്ന ഓരോ ആൾക്കാരുടെയും നമുക്ക് കുറെ സംഭവങ്ങൾ പ്രതീക്ഷിക്കാൻ തോന്നുന്നുണ്ട്, ഇൻക്ലൂഡിങ് യുവൻ ശങ്കർ രാജയുടെ എന്താ മ്യൂസിക്കിന്റെ കൂടെ തന്നെ വേറെ ലെവലാവാൻ സാധ്യത. ദോ നമുക്ക് എന്ന് പറയുന്ന ഡയറക്ടറിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ത്രൂ ദിസ് we are having the hope അല്ലേ? അതെ, ഉണ്ട്. കാരണം പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു മൂവി തൊട്ടിട്ട് ആള് ചെയ്യുന്ന മൂവീസും ഭയങ്കര കാരണം കഴിഞ്ഞ വർഷം അതിന് ഇറങ്ങിയ ശേഷം വേറെ പടം ഇറങ്ങിയെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിന് ശേഷമാണ് ഈ ഒരു പടം ഇറങ്ങുന്നത്. നല്ലൊരു ഗ്യാപ്പ് എടുത്ത്, പക്ഷെ അത്രയും നല്ല സിനിമകൾ തന്നെയാണ് ആള് ചൂസ് ചെയ്യുന്നത് ഇപ്പം. കാരണം അത് കാണാനുണ്ട് ഇതിനകത്ത് അല്ലേ, ഭയങ്കരമായിട്ട് കാണാനുണ്ട്. അവസാനത്തെ ആ ഒരു സാധനം സൈലന്റ് ആയി കിടന്നു അല്ലെ, ലാസ്റ്റിൽ കാണിച്ചത്. അതെ, കാരണം വെച്ചാൽ അത് അത്രയും നേരം നമ്മളത് കണ്ടിട്ട് ആ ഒരു സംഭവം കാണിക്കും നമ്മൾ. കാരണം എല്ലാത്തിലും ഒരു സക്സസ് സംഭവമാണ് കാണിക്കുക അല്ലെ, എൻഡിങ് ഒരു സക്സസ് സംഭവം ആയിരിക്കും. പക്ഷെ ഇതിനകത്തൊരു എൻഡിങ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ സംഭവം തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ പോരാടുക, ആ ഇടയ്ക്കൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ സാധനത്തിലോട്ട് പോകും. എനിക്ക് കണ്ടപ്പോ ബെസ്റ്റ് ആക്ടർ നമ്മളല്ല മമ്മൂക്കയുടെ മൂവിയില്ലേ, അതിന്റെ അകത്തുള്ള ഒരു സാധനം കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ അകത്ത് അങ്ങനെ തന്നെ സ്ട്രഗിളിംഗ് അല്ലേ, സ്ട്രഗിളിംഗ് ഓഫ് ആൻ ആക്ടറാണ്. അപ്പോൾ ആ ഒരു പോരാട്ടം സംഭവം നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, അതായത് നമ്മുടെ ആ ഒരു ഡ്രീം ഗോളൊക്കെ ആ ഒരു ബിലീവ് ചെയ്യുക എന്നുള്ള സംഭവങ്ങളൊക്കെ വല്ലാണ്ട് പറയുന്നുണ്ട്. കുറേയധികം വൃത്തിയിട്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു എന്താ പറയാ ആക്ടർ ആവാൻ പോകുന്ന സമയത്താണ് തോന്നുന്നുണ്ട് സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷെ എന്തോ ഒരു എല്ലാവരുടെയും എതിർപ്പുകൾ കിട്ടുന്നുണ്ട്, നല്ല എതിർപ്പ്, പ്രത്യേകിച്ച് വീട്ടുകാരനെ. കാരണം പൈസ, കാരണം ഇതിലെ ഇങ്ങനത്തെ ഫീൽഡിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് ഞാൻ കുറെ ഇന്റർവ്യൂസിൽ തന്നെ കണ്ടിട്ടുണ്ട്. കാരണം പൈസ എന്ന് പറയുന്ന സംഭവം ഫസ്റ്റ് കിട്ടില്ല, അത് കിട്ടാൻ നല്ല സമയം എടുക്കും. കാരണം ആ ഒരു എത്തണമെങ്കിൽ റീച്ച് എത്തണമെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പൊ അതിന്റെ സംഭവം നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് തന്നെ കിട്ടി സാധനങ്ങൾ അല്ലെ. സംഭവം ഇതിനകത്ത് നിന്നെല്ലാം പറഞ്ഞു തന്നു നമുക്ക് ഇതിനകത്ത് വേറെ വലിയ മറ്റേ സസ്പെൻസ് സംഭവങ്ങളൊന്നും വെച്ചില്ല. അവര് സംഭവം പറഞ്ഞു. പക്ഷെ ഇതിനി നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണൂ. ആ ഒരു ജേർണിയാണ് ശരിക്കും, ആ ജേർണി എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ചെയ്യാൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. ആൻഡ് ഓൾസോ എനിക്ക് ശരിക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു മൂവി കാണുന്ന സമയത്ത് ഡാഡ മൂവിയും കാണാൻ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പല മൂവീസ് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റിയാക്ഷൻ അല്ലാണ്ട് വേറൊരു മൂവി ഇരുന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങളായി നമ്മൾ കണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു മൂവി അതർ ദാൻ റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.